ഇതൊരു ഗ്ലാസ് ആണ്. ഇതിൽ നിറയെ വെള്ളമുണ്ട്. ഇതിനെ ഇങ്ങനെ തന്നെ കയ്യിൽ പിടിക്കുക. എന്നിട്ട് ഈ മുഴുവൻ ഹാളിലും നടക്കണം. എല്ലാവരെയും കാണണം. തിരിച്ച് ഈ സ്റ്റേജിലേക്ക് വരണം. അപ്പോഴും ഈ ഗ്ലാസ് ഇതുപോലെ നിറഞ്ഞിരിക്കുക തന്നെ വേണം. ഇത് സാധ്യമാണോ? ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിങ്ങളിൽ ആർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും? നിറഞ്ഞിരിക്കുന്ന ഗ്ലാസിനെ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് മുഴുവൻ ഹാളിലും നടന്ന് എല്ലാവരെയും കണ്ട് തിരിച്ച് സ്റ്റേജിലേക്ക് വരണം. ഇവിടെ ഇരിക്കണം. 5-7 മിനിറ്റ് എടുക്കും. പക്ഷേ ഗ്ലാസ് നിറഞ്ഞു തന്നെ ഇരിക്കണം. നിങ്ങളിൽ ആർക്കൊക്കെ ഇത് ചെയ്യാനാവും? എല്ലാവർക്കും പറ്റില്ലേ? ഇത് വളരെ സിമ്പിൾ അല്ലേ? കൈ ഉയർത്തു. ഇറ്റ്സ് വെരി ഈസി. അറ്റൻഷൻ എവിടെയാണ് വെക്കേണ്ടത്? 5 മിനിറ്റിലെ പ്രയോറിറ്റി എന്തിനായിരിക്കണം? ഈ ഗ്ലാസ്, നിറഞ്ഞിരിക്കുന്ന ഈ ഗ്ലാസ് ഇവിടെ നമ്മുടെ മനസ്സിലാണ് ഉള്ളത്. ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. ഞാൻ ശക്തിശാലിയായ ആത്മാവാണ്. ഞാൻ ആനന്ദസ്വരൂപ ആത്മാവാണ്. ഞാൻ പ്രേമസ്വരൂപ ആത്മാവാണ്. ആത്മാവ് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മുഴുവൻ ദിവസവും കുടുംബത്തെ ശ്രദ്ധിക്കണം, ജോലികൾ ചെയ്യണം, എല്ലാവരെയും കാണണം, സോഷ്യൽ സർവീസ് ചെയ്യണം. എന്നിട്ട് വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ ഗ്ലാസ് എങ്ങനെയാവണം? അതിനായി നമ്മൾ അറ്റൻഷൻ എവിടെയാണ് വെക്കേണ്ടത്? ഇവിടെ. മനസ്സിൽ അറ്റൻഷൻ വെച്ചില്ലെങ്കിൽ ഇവിടുന്ന് പടികൾ ഇറങ്ങുമ്പോൾ തന്നെ ഗ്ലാസ് പകുതിയാകും. നിങ്ങളിൽ ആർക്കൊക്കെയാണ് രാവിലത്തെ ആദ്യത്തെ 2 മണിക്കൂറിൽ തന്നെ ഗ്ലാസ് പകുതിയാവാറുള്ളത്? ദ വേ ദ മോർണിംഗ് ബിഗിൻസ്. ദിവസത്തിൻ്റെ തുടക്കം. ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആരുടെയൊക്കെ ഗ്ലാസ് കാലിയാവാറുള്ളത്? സ്വന്തം മനസ്സ് കാലിയാവുന്നതിനൊപ്പം കുട്ടികളുടെ മനസ്സിനെയും നമ്മൾ കാലിയാക്കാറുണ്ട്. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. രാവിലെ തന്നെ അവരെ വഴക്കു പറഞ്ഞുകൊണ്ട് എഴുന്നേൽപ്പിക്കുക. ഉറക്കെ സംസാരിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കുക. ഇങ്ങനെ ഒരു തിരക്കിൻ്റെ എനർജി വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നു. നമ്മളെല്ലാവരും സ്വന്തം ഗ്ലാസിനെ പകുതിയാക്കിയിട്ടാണ് പുറമേക്ക് പോകുന്നത്. അവരെ സ്കൂളിലേക്ക് അയക്കുന്നു. നമ്മൾ ഓഫീസിലേക്കും പോകുന്നു. വൈകുന്നേരം ആവുമ്പോഴേക്കും ഗ്ലാസ് കൂടുതൽ കാലിയാവുന്നു. നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വീട്ടിലെ എല്ലാവരും ഒരേ അവസ്ഥയിൽ കാലിയായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പരസ്പരം പറയും, പ്ലീസ് എന്നെ ഒന്ന് നിറയ്ക്കൂ. ഇങ്ങനെ പറയും, ഫിൽ മീ അപ്പ് വിത്ത് ലവ്, ഫിൽ മീ അപ്പ് വിത്ത് റെസ്പെക്റ്റ്, ഫിൽ മീ അപ്പ്. അവരും തൻ്റെ ഗ്ലാസ് കാലിയാക്കിയിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടാവുക. മെഡിറ്റേഷൻ. ഹിന്ദിയിൽ മെഡിറ്റേഷന് വളരെ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയ ഒരു പേരാണുള്ളത്. ധ്യാനം. ധ്യാനിക്കുക. ധ്യാനം എന്നാൽ ഹിന്ദിയിൽ പരിപൂർണ ശ്രദ്ധ. അതാണ് അതിൻ്റെ അർത്ഥം. പരിപൂർണ ശ്രദ്ധ. പരിപൂർണ ശ്രദ്ധ വയ്ക്കുന്നതിനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അവനവനെ മുഴുവൻ ദിവസവും പരിപൂർണമായി ശ്രദ്ധിക്കുക എന്നാണ് അർത്ഥം. എല്ലാം ചെയ്തുകൊണ്ടും ഗ്ലാസ് എങ്ങനെയായിരിക്കണം? ഫുൾ. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും റിയാക്ട് ചെയ്യുകയോ ഇറിറ്റേറ്റ് ആവുകയോ ഒക്കെ ചെയ്ത് ഗ്ലാസ് കാലിയാവുന്നു. ഗ്ലാസ് കാലിയാവുമ്പോൾ നമ്മൾ പറയും, എൻ്റെ ഉള്ളിൽ വാക്യൂമാണ്. പുറമേ എൻ്റെ കയ്യിൽ എല്ലാമുണ്ട്. പക്ഷെ മനസ്സിൽ എന്തോ ഒരു ഒഴിവ് അനുഭവപ്പെടുന്നു. മനസ്സാകുന്ന ഗ്ലാസ്സാണ് കാലിയായത്. ലൈഫിൻ്റെ പ്രയോറിറ്റി എങ്ങനെയായിരിക്കണം? പരമാത്മാവ് പറയാറുണ്ട്, എല്ലാം ചെയ്തോളൂ. എല്ലാം ചെയ്തുകൊണ്ടും സ്വസ്ഥിതി, അവനവൻ്റെ സ്ഥിതിയുടെ മേൽ ശ്രദ്ധ വെച്ചുകൊണ്ട് എല്ലാവരുടെയും സേവനം ചെയ്യണം. അടുത്ത 24 മണിക്കൂർ നമ്മൾ വ്രതം എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥിതി പിന്നെ എങ്ങനെയായി മാറും? നമ്മുടെ സ്വന്തം സ്ഥിതി എങ്ങനെയാവും? നമ്മുടെ പക്കൽ എത്ര പവർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ 24 മണിക്കൂറിൽ ആരെങ്കിലും നമ്മളോട് തെറ്റായി സംസാരിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്താൽ നമ്മൾ അവരോട് എങ്ങനെയാണ് മറുപടി പറയുക?
എങ്ങനെ മറുപടി പറയും? ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസമാവുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് പോലും പലതും ഇല്ലാതായിട്ടുണ്ടാവും. പക്ഷേ ഒരിക്കലും സ്വന്തം മനസ്സിനെ കാലിയാക്കരുത്. എപ്പോഴും ഒരു ഇക്വേഷൻ ഓർമ്മ വയ്ക്കണം. അവരുടെ കർമ്മമാണ് അവരുടെ ഭാഗ്യം ഉണ്ടാക്കുന്നത്. എൻ്റെ റെസ്പോൺസാണ് എൻ്റെ ഭാഗ്യം നിർമ്മിക്കുന്നത്. അവരുടെ പെരുമാറ്റങ്ങൾ ഒരിക്കലും എൻ്റെ ഭാഗ്യത്തിനെ നിർമ്മിക്കുന്നില്ല. എൻ്റെ പെരുമാറ്റം മാത്രമാണ് എൻ്റെ ഭാഗ്യത്തെ, എൻ്റെ ഡെസ്റ്റിനിയെ നിർമ്മിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും ഹാപ്പിയായി ഇരിക്കും എന്ന ലക്ഷ്യം പൂർത്തിയാവും. ഈ ഗ്ലാസ് എപ്പോഴും ഫുള്ളായി നിൽക്കുക തന്നെ ചെയ്യും. ആരുടെ ഗ്ലാസ് ആണോ ഫുള്ളായി എപ്പോഴും നിൽക്കുന്നത്, അവരുടെ ഹെൽത്ത് എപ്പോഴും എങ്ങനെയാണ് ഉണ്ടാവുക? അവരുടെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കും? അവരുടെ സൃഷ്ടിയും അവർക്ക് ചുറ്റുമുള്ള ലോകവും എങ്ങനെയായി മാറും? നമുക്ക് ഈ ലോകത്തെ സത്യയുഗമാക്കി മാറ്റണം. ഇനി വീണ്ടും നിങ്ങളോട് മോശമായ കാര്യങ്ങൾ ചെയ്തവരെ മുന്നിലേക്ക് കൊണ്ടുവരിക. അവർക്കായി അനുഗ്രഹങ്ങൾ നൽകാനാവുമോ? അവർക്ക് അനുഗ്രഹങ്ങൾ നൽകാൻ നിങ്ങൾക്കാവുമോ? ഇറ്റ്സ് വെരി ഈസി. ഇപ്പോൾ തന്നെ ചെയ്യാം. കണ്ണടച്ച് അവരെ മുന്നിലേക്ക് കൊണ്ടുവരിക. അവരെ നന്നായി കാണുക. ഓൺ ദ സ്ക്രീൻ ഓഫ് യുവർ മൈൻഡ്. ബ്രിങ് ദം ദെയർ ഓൺ ദ സ്ക്രീൻ ഓഫ് യുവർ മൈൻഡ്. അവരെ കാണുക. ഇനി നമ്മൾ ഒന്നിച്ചു പറയുന്നു: പരമാത്മാവിൻ്റെ ശക്തികൾ, പരമാത്മാവിൻ്റെ സ്നേഹം, പരമാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ, പിന്നെ എൻ്റെ ശുഭഭാവനകൾ, ഇതെല്ലാം ഞാൻ താങ്കൾക്കായി നൽകുന്നു. വളരെ നന്നായി അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ എനർജി അവർക്ക് അയക്കണം. പരമാത്മാവിൻ്റെ സർവശക്തികളും പരമാത്മാവിൻ്റെ സ്നേഹവും പരമാത്മാവിൻ്റെ അനുഗ്രഹങ്ങളും പിന്നെ എൻ്റെ ശുഭഭാവനകളും താങ്കൾക്കായി നൽകുന്നു. നിങ്ങൾ എന്നോട് ചെയ്തത് നോക്കിയാൽ നിങ്ങൾക്ക് അതിലും മോശമായ കാര്യങ്ങൾ കിട്ടേണ്ടതാണ്. എന്താണ് നിങ്ങളൊന്നും പറയാതിരുന്നത്? എന്താണ് പറയാതിരുന്നത്? വിച്ച് വൺ ഈസ് നാച്ചുറൽ? എന്താണ് നാച്ചുറൽ ആയിട്ടുള്ളത്? ആദ്യം പറഞ്ഞത് വളരെ നന്നായി പറഞ്ഞു. 2 തവണ പറഞ്ഞു. ഇതിനെയാണ് നമ്മൾ നമ്മുടെ റിയാലിറ്റിയാക്കി മാറ്റേണ്ടത്. മുന്നിലുള്ളവർ എന്ത് ചെയ്താലും എൻ്റെ ഉള്ളിൽ നിന്നും അവർക്കായി എന്താണ് നൽകേണ്ടത്? അനുഗ്രഹങ്ങൾ. അനുഗ്രഹങ്ങൾ മാത്രം നൽകുക. നമ്മൾ എന്തിനാണ് അവർക്ക് അനുഗ്രഹങ്ങൾ അയച്ചു കൊണ്ടിരിക്കുന്നത്? പരമാത്മാവിനെ ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് അനുഗ്രഹങ്ങൾ അയക്കുമ്പോൾ ആദ്യം ആരാണ് സുഖപ്പെടുക? മനസ്സിലാണ് മുറിവുകൾ ഉണ്ടാവുന്നത്. മനസ്സിൽ മുറിവുകൾ ഉണ്ടാവുന്നു. പലപ്പോഴും വളരെ പഴയ മുറിവുകളും ഉണ്ടാവും. ഈ മുറിവുകളൊക്കെ എൻ്റെ ജീവിതത്തിലെ ഭാഗമായി മാറിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. നമ്മൾ അതേപ്പറ്റി മറക്കുന്നതേയില്ല. മാത്രമല്ല, മുഴുവൻ ജീവിതത്തിലും നമ്മൾ അതിനെ മുറുകെ പിടിച്ചു വയ്ക്കുന്നു. പിന്നെ ഒരൊറ്റ നിമിഷം കൊണ്ട് ആത്മാവ് ശരീരവും ഉപേക്ഷിച്ചു പോകുന്നു. ആത്മാവ് ശരീരം വിട്ടു പോകുമ്പോൾ തൻ്റെ കൂടെ എന്താണ് കൊണ്ടുപോവുക? നിങ്ങളെ വിഷമിപ്പിച്ചവർ അപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത 5.5 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ശരീരം ഉപേക്ഷിച്ച് പോകണമെന്ന് കരുതുക. പോകുന്നതിന് മുൻപായി നിങ്ങൾ എന്താണ് ചെയ്യുക? എന്തു ചെയ്യും? 5.5 hours to go. പലർക്കും ഇതൊന്നും 5 മിനിറ്റ് മുൻപ് പോലും അറിയാറില്ല. നമുക്ക് 5 മണിക്കൂർ മുൻപ് മനസ്സിലാവുകയാണ്. എന്തു ചെയ്യും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത 6 മണിക്കൂർ ആവുന്നതിന് മുൻപായി എനിക്ക് ശരീരം വിടണം. എന്തു ചെയ്യും? വീട്ടിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമോ? അതൊക്കെ അവർ ചെയ്തോളും. നമുക്ക് മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത്. അവർ ചെയ്യില്ലേ? നമ്മൾ എന്തിനു ചെയ്യണം? വി വാണ്ട് എവ്രിതിങ് ബിഹൈൻഡ് ടു ബി ഗുഡ് ആൻഡ് സോർട്ടഡ്. പോകുന്നതിന് മുൻപായി നമുക്കെല്ലാം വളരെ നന്നായി അടുക്കും ചിട്ടയുമായി വെക്കണം. അതാണ് നമ്മുടെ
ആഗ്രഹം. വേറെ എന്താണ് ചെയ്യുക? മാപ്പ് ചോദിക്കും. നമ്മൾ പോവുകയല്ലേ, ഇനി അവരോട് മാപ്പ് ചോദിച്ചിട്ട് എന്ത് കാര്യം? വളരെ ഡീപ്പായ ഒരു സംസ്കാരമാണിത്. നമ്മൾ പോകുന്നതിന് മുൻപായി മാപ്പ് ചോദിക്കുന്നു. എന്തിനാണ് മാപ്പ് ചോദിക്കുന്നത്? കാരണം ആ വേദന, ആ കർമാക്കണക്ക്, ആ മുറിവ് നമുക്ക് കൂടെ കൊണ്ടുപോകേണ്ടി വരരുത്. അതുകൊണ്ടാണ് പോകുന്നതിന് മുൻപായി എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നത്. ഇനി എന്താണുള്ളത്? ആർക്കെങ്കിലും മാപ്പ് നൽകാനുണ്ടെങ്കിൽ അതും ചെയ്യണമല്ലോ. ഇനി വേറെ എന്താണ്? എല്ലാവരോടും നന്ദി പറയുകയും വേണം. പറയണ്ടേ? എപ്പോൾ പോകുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത്? ഇതൊക്കെ നമ്മൾ എപ്പോൾ ചെയ്യണം? സ്പിരിച്വാലിറ്റിയും മെഡിറ്റേഷനും അതാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഇങ്ങനെ ജീവിക്കണം. ഞാനിപ്പോൾ ശരീരം വിട്ടാൽ, ഇപ്പോൾ ഈ ശരീരം ഉപേക്ഷിച്ചാൽ എൻ്റെ കർമ്മ കണക്കുകളുടെ ബാലൻസ് ഷീറ്റ് വളരെ നന്നായിരിക്കണം. വീണ്ടും ഒരു കൊച്ചുകുട്ടിയായി വേറൊരു സ്ഥലത്ത് ജന്മമെടുക്കുന്നു. അതോടെ ജ്യോത്സ്യൻ പറയും, നിങ്ങളുടെ കുട്ടി വളരെ വലിയ ഭാഗ്യവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഹൗ ലൈഫ് ഹാസ് ടു ബി. ജീവിതം അങ്ങനെയല്ലേ ആവേണ്ടത്? ഓരോ കർമ്മവും ആക്യുറേറ്റ് ആവണം. ആരുടെയും തെറ്റായ എനർജി എൻ്റെ കൂടെ ചുറ്റിത്തിരിയരുത്. എല്ലാം സോർട്ടഡ് ആക്കി എപ്പോൾ വേണമെങ്കിലും പോകാൻ തയ്യാറായി നിൽക്കുക. റെഡി ടു ലീവ് എനി ടൈം. എപ്പോൾ പോകണമെന്ന് നമുക്ക് നേരത്തെ മനസ്സിലാവില്ല. ശ്രീലങ്കയിൽ ചുറ്റിക്കറങ്ങാൻ പോയവർക്ക് അവർ തിരിച്ചു വരില്ല എന്ന കാര്യം അറിയില്ലായിരുന്നു. നമുക്ക് ടൈം കിട്ടിയില്ല. അവർക്ക് വീടുകളിലേക്ക് ഫോൺ ചെയ്യാനുള്ള ടൈം പോലും കിട്ടിയില്ല. ഇപ്പോഴൊക്കെ ലൈഫിൽ എല്ലാം അപ്രതീക്ഷിതമായാണ് ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായി ഏത് സീനും വരാം. ഞാൻ എൻ്റെ കർമ്മ കണക്കുകൾ തീർത്തു വെച്ചില്ലെങ്കിൽ വീണ്ടും നമ്മൾ അതേ എനർജിയും കൊണ്ട്, അതേ മുറിവും അതേ വേദനയും കൊണ്ട് അടുത്ത ജന്മത്തിലേക്ക് പോകുന്നു. കുട്ടി വേറൊരു വീട്ടിൽ ജനിക്കുന്നു. ജ്യോത്സ്യൻ പറയും 10 കൊല്ലത്തിൽ ഈ പ്രോബ്ലം വരും, പിന്നെ അങ്ങനെ ഉണ്ടാവും, പിന്നെ 5 കൊല്ലം വളരെ മോശമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും മോശമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത്? കാരണം ആത്മാവ് വിഷമവും മോശവുമായ കാര്യങ്ങളെയാണ് കൂടെ കൊണ്ടുപോയിരിക്കുന്നത്. ഭാഗ്യം നിർമ്മിക്കേണ്ടത് നമ്മളാണ്.